ഹായ് ഓൾ, ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2022 ജനുവരി 11 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസിന്റെ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്നും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ, നാഷണൽ, ഇന്റർനാഷണൽ, സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാഡമിയുടെ ഒഫീഷ്യൽ സൈറ്റും എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജനുവരി 10ന്റെ പ്രത്യേകത. വേൾഡ് ഹിന്ദി ഡേ ആണ് ജനുവരി 10. എന്തുകൊണ്ടാണ് ജനുവരി 10ന് വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വേൾഡ് ഹിന്ദി കോൺഫറൻസ്, ആദ്യമായി നടന്ന വേൾഡ് ഹിന്ദി കോൺഫറൻസിന്റെ ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ജനുവരി 10ന് വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഹിന്ദിയെ അന്താരാഷ്ട്ര ഭാഷയാണെന്നുള്ള, ഹിന്ദിയെ അന്താരാഷ്ട്ര ഭാഷയാക്കുന്നതിനുള്ള, ഹിന്ദി ഒരു അന്താരാഷ്ട്ര ഭാഷയാണ് എന്നുള്ള ഒരു അവബോധം ആൾക്കാരിലേക്ക് പകരുക എന്നൊരു ഉദ്യമത്തോടു കൂടിയാണ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹിന്ദി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഭാഷയുടെ പ്രത്യേകത ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയാണ് ഒരു വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹിന്ദി എന്ന ഭാഷയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹിന്ദി എന്ന് പറയുന്നത് ലോകത്ത് ആൾക്കാർ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. ആദ്യത്തെ ഭാഷ ഇംഗ്ലീഷ്, രണ്ടാമത് മാൻഡറിൻ. അപ്പോൾ ഇംഗ്ലീഷിനും മാൻഡറിനും ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഹിന്ദി എന്ന ഭാഷയുടെ അന്താരാഷ്ട്ര ലെവലിലുള്ള പ്രത്യേകതകൾ, പ്രാധാന്യം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഉദ്യമമായിട്ടാണ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹിന്ദിയുടെ ഇന്ത്യയിലെ പ്രത്യേകത, ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഹിന്ദി എന്ന് നമുക്കറിയാം. ആർട്ടിക്കിൾ 343 പ്രകാരം ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഹിന്ദി ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹിന്ദി ഡേ എന്നാണെന്ന് നമ്മൾ നോക്കി, ജനുവരി 10നാണ്. എന്തിനാണ് ജനുവരി 10ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ആദ്യത്തെ ഹിന്ദി കോൺഫറൻസ് നടന്നത്, വേൾഡ് ഹിന്ദി കോൺഫറൻസ് നടന്നത് ജനുവരി 10നാണ്. ഹിന്ദി എന്ന് പറയുന്ന ഭാഷ അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു ഭാഷയാണ് എന്നുള്ള അവബോധം സൃഷ്ടിക്കാനായിട്ടാണ് ഹിന്ദി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഹിന്ദി എന്ന് പറയുന്നത് ലോകത്ത് ആൾക്കാർ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇംഗ്ലീഷിനും മാൻഡറിനും ശേഷമുള്ള മൂന്നാമത്തെ ഭാഷയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ലാംഗ്വേജ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ആർട്ടിക്കിൾ 343 വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഫാക്ട്, കുറച്ച് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് മലേറിയ വിമുക്ത പ്രോഗ്രാമിന്റെ ഭാഗമായി, മലേറിയ എലിമിനേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കേരളത്തിൽ എലിമിനേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി എന്ത് സംഭവിച്ചു? മലേറിയ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട എറണാകുളം ജില്ലയിലെ പ്രദേശം ആലുവ. അപ്പോൾ 2022 ജനുവരിയിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. എറണാകുളം ജില്ലയിലാണ് മലേറിയ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു, ആലുവയാണ്. അപ്പൊ നമ്മൾ അടുത്ത ഫാക്ട് നോക്കാം. 2022 ജനുവരിയിൽ സംസ്ഥാനത്ത് ആദ്യം എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി എന്ത് കൊണ്ടുവന്നു? സംസ്ഥാനത്ത് ആദ്യമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം. അപ്പൊ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ എയിം എന്ന് പറഞ്ഞു. ഇതിന്റെ ടൈം പീരീഡ് എത്ര നാളാണ്? 5 വർഷം കൊണ്ട്. ഇതാണ് ടൈം പീരീഡ്. അപ്പോൾ 5 വർഷം കൊണ്ട് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനായി സംസ്ഥാനത്ത് ആദ്യമായി എന്ത് കൊണ്ടുവന്നു? അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യ ജില്ല കോട്ടയം. അപ്പൊ സാമൂഹിക പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നും കൂടെ നമ്മൾ പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായി എന്ത് കൊണ്ടുവന്നു? അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് കോട്ടയം. അപ്പോൾ കേരളത്തിന്റെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 14ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇത്തവണ വരുന്നത്. ഈ പഞ്ചവത്സര പദ്ധതി ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ഒരു പ്രക്രിയ, ഇങ്ങനെ ഒരു നിർണയ പ്രക്രിയ നടത്തിയതുകൊണ്ട് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. 2022 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രാഫ്റ്റ് അവാർഡ്, ഇമ്പോർട്ടന്റ് ആണ്, അന്താരാഷ്ട്ര ക്രാഫ്റ്റ് അവാർഡാണ്. അന്താരാഷ്ട്ര ക്രാഫ്റ്റ് അവാർഡ് ലഭിച്ച 2021 അന്താരാഷ്ട്ര ക്രാഫ്റ്റ് അവാർഡ് ലഭിച്ച
ലോകത്തിലെ മികച്ച ക്രാഫ്റ്റ് വില്ലേജ് ഏതാണ്? കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഓർഗനൈസേഷൻ കോവളത്തുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഓർഗനൈസേഷൻ ആണ് എന്ത് ലഭിച്ചത്? ലോകത്തിലെ മികച്ച ക്രാഫ്റ്റ് വില്ലേജ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ അവാർഡിന്റെ പേരെന്താണ്? അന്താരാഷ്ട്ര ക്രാഫ്റ്റ് അവാർഡ് 2021. ഇനി ഈ അവാർഡ് നൽകുന്നത് ആരാണെന്ന് നോക്കാം. ഈ അവാർഡ് നൽകുന്നത് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ ഇന്റർനാഷണൽ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു അവാർഡ് കിട്ടി, അന്താരാഷ്ട്ര ലെവലിലുള്ള അവാർഡാണ് കിട്ടിയത്, കേരളത്തിനാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ അവാർഡ് നൽകുന്ന ആരാണെന്ന് നോക്കി. അവാർഡ് നൽകുന്നത് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ ഇന്റർനാഷണൽ ആണ്. അവാർഡ് ലഭിച്ചത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഓർഗനൈസേഷൻ കോവളത്തിനാണ് ലഭിച്ചത്. അപ്പോൾ ഇത് അന്താരാഷ്ട്ര ക്രാഫ്റ്റ് അവാർഡാണെന്ന് നമ്മൾ പറഞ്ഞു. ലോകത്തിലെ മികച്ച ക്രാഫ്റ്റ് വില്ലേജിന് ലഭിക്കുന്ന അവാർഡാണ് ലഭിച്ചത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഓർഗനൈസേഷൻ നിർമ്മിച്ചത് ആര്? ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കേരള ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇപ്പോൾ ലോകത്തിലെ മികച്ച ക്രാഫ്റ്റ് വില്ലേജായി സെലക്ട് ചെയ്യപ്പെട്ട കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഓർഗനൈസേഷൻ നിർമ്മിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോയിന്റ്മെന്റ് ആണ്. 3 അപ്പോയിന്റ്മെന്റുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2022 ജനുവരിയിൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിയമിതനായത് മധുപാലാണ്. ഇമ്പോർട്ടന്റ് ആണ്. 2022 ജനുവരിയിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി ഷാജി എൻ കരുൺ തുടരും. അപ്പൊ ഷാജി എൻ കരുൺ ആണ് ആ സ്ഥാനം വീണ്ടും തുടരും. അപ്പൊ നിയമിതനായത് മധുപാലാണ്. എന്തിന്റെ? സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ. അപ്പൊ തുടരുന്നത് ഏത് സ്ഥാനമാണ്? സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ബോർഡ് ചെയർമാനായിട്ട് ഷാജി എൻ കരുൺ തുടരും. മറ്റൊരു അപ്പോയിന്റ്മെന്റ് നോക്കാം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി PS ശ്രീകല. അപ്പൊ നമ്മൾ 3 അപ്പോയിന്റ്മെന്റ് ആണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. സാംസ്കാരിക ക്ഷേമനിധി ചെയർമാൻ മധുപാൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ആണ്. ഷാജി എൻ കരുൺ ആ സ്ഥാനത്ത് വീണ്ടും തുടരുമെന്ന് പറഞ്ഞു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി PS ശ്രീകല തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഒരു പദ്ധതിയെ പറ്റിയാണ്. കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതി. ഈ സമൃദ്ധ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. ഈ സമൃദ്ധ എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയുള്ളതാണ്? കന്നുകാലികൾക്ക് വേണ്ടിയുള്ളതാണ്. കന്നുകാലികളുടെ എന്തിനു വേണ്ടി? മിൽക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി. അതായത് നമ്മുടെ നാട്ടിലെ മിൽക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിയും കന്നുകാലികളുടെ രോഗനിർണയം നേരത്തെ നടപ്പിലാക്കാൻ വേണ്ടിയും ഒക്കെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ സമൃദ്ധ എന്ന് പറയുന്നത്. 2022 ജനുവരിയിൽ സംസ്ഥാനത്തെ പാൽ ഉൽപാദന ശേഷി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും കന്നുകാലി രോഗനിർണയം നടത്താനുമായി ആരൊക്കെ ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്? മൃഗസംരക്ഷണ വകുപ്പും പിന്നെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും. അപ്പൊ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഈ ഒരു പദ്ധതിയിൽ പങ്കാളിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തുറപ്പിക്കാം? ഈ ഒരു പദ്ധതിക്ക് ഡിജിറ്റലുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ആ ബന്ധം? കന്നുകാലികളിൽ ചിപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ ടാഗ് ചെയ്തിട്ട് ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യാനും ഈ ഒരു പദ്ധതിയുടെ കീഴിൽ പ്ലാൻ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സമൃദ്ധ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൃദ്ധ എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിലെ പാൽ ഉൽപാദന ശേഷി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും അതേപോലെ തന്നെ കന്നുകാലികളുടെ രോഗനിർണയം നേരത്തെ കണ്ടെത്താനും നേരത്തെ മനസ്സിലാക്കാനും അതിനുവേണ്ടിയുള്ള ശുശ്രൂഷകൾ നൽകുവാനും പിന്നെ എന്തിനും വേണ്ടി കന്നുകാലികളിൽ ചിപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ ടാഗ് ചെയ്ത് ആ ഡേറ്റ കളക്ട് ചെയ്യാനും വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ സമൃദ്ധ എന്ന് പറയുന്നത്. ഈ സമൃദ്ധ എന്ന് പറയുന്ന പദ്ധതി ആരൊക്കെ തമ്മിൽ കൂട്ടിയോജിച്ചാണ് നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ചേർന്നുകൊണ്ടാണ്. മൃഗസംരക്ഷണ വകുപ്പും നമ്മൾ ഓർക്കുക, ഒരു ചേർച്ചയില്ല, പക്ഷെ അതുകൊണ്ട് നമ്മൾ ഓർക്കുക കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും മൃഗസംരക്ഷണ വകുപ്പും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പങ്ക് എന്താണ് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് ആണ്. വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ പറ്റി. ഈ സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മവാർഷികമായിരുന്നു. അപ്പൊ നമുക്ക് ആരാണ്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് തന്നതെന്ന് നോക്കാം.
സാവിത്രിബായി ഫൂലെയോടൊപ്പം ജാതി വിവേചനത്തിനും സതി ആചരണത്തിനും എതിരെ എന്തൊക്കെ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ജാതി വിവേചനത്തിനും സതി ആചരിക്കുന്നതിനും എതിരെ പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ്. എന്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമുക്ക് നോക്കാം. സ്ത്രീ ശാക്തീകരണം, വിധവകളുടെ പുനർവിവാഹം, വിദ്യാഭ്യാസം, മിശ്രവിവാഹം എന്നിവയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളെയാണ് എതിർത്തത്, എന്തൊക്കെ കാര്യങ്ങളെ, ജാതി വിവേചനത്തിനെയും സതി ആചരണത്തിനെയും എതിർത്തു. എന്തൊക്കെ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തു? സ്ത്രീ ശാക്തീകരണം, വിധവകളുടെ പുനർവിവാഹം, വിദ്യാഭ്യാസം, മിശ്രവിവാഹം എന്നിവയൊക്കെ പ്രൊമോട്ട് ചെയ്ത ആര്? സാമൂഹിക പരിഷ്കർത്താവാണ് ഫാത്തിമ ഷെയ്ഖ്. 1831 ജന്മവർഷം. അപ്പോൾ ഫാത്തിമ ഷെയ്ഖിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഫാത്തിമ ഷെയ്ഖിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഫാത്തിമ ഷെയ്ഖ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം അധ്യാപികയായി കരുതപ്പെടുന്ന ഒരാളാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം അധ്യാപികയായി കരുതപ്പെടുന്ന ആളാണ് ഫാത്തിമ ഷെയ്ഖ്. ഫാത്തിമ ഷെയ്ഖ് സാവിത്രിബായി ഫൂലെയോടൊപ്പം ചേർന്ന് 1848 ഇമ്പോർട്ടന്റ് ആണ്, പെൺകുട്ടികൾക്കായുള്ള ആദ്യ സ്കൂള് ഇന്ത്യയിൽ സ്ഥാപിച്ചു. 1848 സാവിത്രിബായി ഫൂലെയോടൊപ്പം ചേർന്ന് ഈ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സ്കൂൾ ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആരാണ്? ഫാത്തിമ ഷെയ്ഖ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഫാത്തിമ ഷെയ്ഖ് എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഏതൊക്കെ മേഖലകളിലായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം അധ്യാപികയായി കരുതപ്പെടുന്ന ആളാണ് ഫാത്തിമ ഷെയ്ഖ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യയിലെ ആദ്യമായി പെൺകുട്ടികൾക്കുള്ള സ്കൂള് 1848 സാവിത്രിബായി ഫൂലെയോടൊപ്പം ചേർന്ന് സ്ഥാപിച്ചു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഇത് ഈ മൃഗത്തിന്റെ രീതിയിലും ചോദിക്കാം, ഗെറിയൽസ് എന്ന് പറയുന്ന സ്പീഷീസിനെ പറ്റിയും ചോദിക്കാം, ഈ നാഷണൽ പാർക്കിന്റെ ഇമ്പോർട്ടൻസും ചോദിക്കാം. അപ്പൊ എന്താണ് കാര്യം? ഗെറിയൽസ് എന്ന് പറയുന്നത്, അതായത് ചീങ്കണ്ണി എന്ന് പറയുന്ന സ്പീഷിയെ തിരികെ കൊണ്ടുവരാനായി എന്ത് ചെയ്തു? തിരികെ കൊണ്ടുവരാനായി ഒറാങ് നാഷണൽ പാർക്കിന്റെ വിസ്തൃതി കൂട്ടാനായി ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി. ഒറാങ് നാഷണൽ പാർക്ക്, ആസാമിലെ ഒറാങ് നാഷണൽ പാർക്കിന്റെ വിസ്തൃതി കൂട്ടാനായി, എന്തിനു വേണ്ടി? ഗെറിയൽസിനെ തിരികെ കൊണ്ടുവരാനായി, വിസ്തൃതി കൂട്ടാനായി ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി. അപ്പൊ നാഷണൽ പാർക്ക് ഒറാങ് ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ ഗെറിയൽസും ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നോക്കണം. ഗെറിയൽസിന്റെ IUCN സ്റ്റാറ്റസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഗെറിയൽ സ്പീഷീസിന്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അത് കൂടാതെ ഇത് എവിടെയാണ് ഈ നാഷണൽ പാർക്ക് ഉള്ളത്? ആസാമിലെ ബ്രഹ്മപുത്ര നദിയോട് ചേർന്നുള്ള നാഷണൽ പാർക്കാണ് ഈ ഒറാങ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഗെറിയൽസിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ പാർക്കിന്റെ വിസ്തൃതി കൂട്ടുന്നതെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഗെറിയൽസിന്റെ എന്ത് നോക്കി? IUCN സ്റ്റാറ്റസ് നോക്കി. അപ്പോൾ ആസാമിലെ ഈ ഒരു നാഷണൽ പാർക്ക് വാർത്തയിലുള്ളത് കൊണ്ട് തന്നെ മറ്റ് ആസാമിലെ നാഷണൽ പാർക്ക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ നമ്മൾ നോക്കണം. ഏതൊക്കെയാണ്? കാസിരംഗ നാഷണൽ പാർക്ക്, മനസ് നാഷണൽ പാർക്ക്, ദിബ്രു സൈഖോവ, നമേരി, ദഹിങ് പട്കായ്, റൈമോണ. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കിയത്? മിനി കാസിരംഗ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്ന ഒറാങ് നാഷണൽ പാർക്ക് വാർത്തയിലുണ്ടായിരുന്നു. ഗെറിയൽസിനെ തിരികെ കൊണ്ടുവരുന്ന ഭാഗമായി ഒറാങ് നാഷണൽ പാർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ഡിസ്കസ് ചെയ്തു നമ്മൾ. ഗെറിയൽസിന്റെ IUCN സ്റ്റാറ്റസ് നോക്കി, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്ന് പറഞ്ഞു. ബ്രഹ്മപുത്ര നദിയോട് ചേർന്നുള്ള പാർക്കാണ് ഒറാങ് നാഷണൽ പാർക്ക് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആസാമിലെ മറ്റ് നാഷണൽ പാർക്കുകൾ ഡിസ്കസ് ചെയ്തു. കാസിരംഗ, മനാസ്, ദിബ്രു സൈഖോവ, നമേരി, ദഹിങ് പട്കായ്, റൈമോണ. നമ്മൾ പറഞ്ഞു ഒറാങ് നാഷണൽ പാർക്ക് എന്താണ് അറിയപ്പെടുന്നത്? മിനി കാസിരംഗ നാഷണൽ പാർക്ക് എന്നാണ്. കാരണം സിമിലർ ലാൻഡ്സ്കേപ്പ് ആണ്, 1 ഹോൺഡ് റൈനോസ് രണ്ടിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ മിനി കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, ബയോഡൈവേഴ്സിറ്റി ആണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, നോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് നോക്കിയാലോ? അടുത്തതായി നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി, ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. 2022 ജനുവരിയിൽ വിദേശകാര്യ മന്ത്രാലയം അവതരിപ്പിക്കുന്ന മൈക്രോ ചിപ്പോട് കൂടിയ പാസ്പോർട്ട് പ്രോഗ്രാം, മൈക്രോ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത പാസ്പോർട്ട് പ്രോഗ്രാമാണ് ഈ പാസ്പോർട്ട് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം മുമ്പോട്ട് കൊണ്ടുവരാൻ പോകുന്ന മൈക്രോ ചിപ്പോട് കൂടിയ പാസ്പോർട്ട് പ്രോഗ്രാം. ഈ പാസ്പോർട്ട് പ്രോഗ്രാമിന്റെ പേരാണ് ഈ പാസ്പോർട്ട് പ്രോഗ്രാം. അപ്പൊ ഈ പാസ്പോർട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഇത് ബയോമെട്രിക് വിവരങ്ങളോട് കൂടിയ പാസ്പോർട്ടാണ്. നമ്മുടെ
ബയോമെട്രിക് വിവരങ്ങൾ ഈ ഒരു പാസ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു പാസ്പോർട്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ പാസ്പോർട്ടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഇലക്ട്രോണിക് കോൺടാക്ട്ലെസ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനായിട്ട് നാസിക്കിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്സിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്? ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്സിനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാസ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? അടുത്തതായി ജനുവരി 11 മുതൽ 17 വരെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടുകൂടി സഹകരണത്തോടുകൂടി ആചരിക്കുന്ന ഒരു ആഴ്ച. എന്താഴ്ച? നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് 2022. നാഷണൽ റോഡ് സേഫ്റ്റി വീക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും കൂടെ സഹകരണ മനോഭാവത്തോടു കൂടിയാണ് ഈ ഒരു വീക്ക് ആചരിക്കുന്നത് നമ്മൾ പറഞ്ഞു. എത്ര ദിവസം തൊട്ട് എത്ര ദിവസം വരെയാണ്? ജനുവരി 11 മുതൽ 17 വരെയാണ് ഈ നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് 2022 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ റോഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യയുടെ കുറച്ച് ഫാക്ട് നോക്കാം. റോഡ് അപകട മരണങ്ങളിൽ 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ റോഡ് അപകടത്തിന് ഇരയായി മരിക്കുന്നത് ഇന്ത്യയിലാണ്. ഈ 2022 റോഡ് സേഫ്റ്റി വീക്ക്, നാഷണൽ റോഡ് സേഫ്റ്റി വീക്കിലെ ഇന്ത്യയുടെ പ്രമേയം എത്ര ദിവസം തൊട്ട്? ജനുവരി 11 മുതൽ 17 വരെയാണ് ആചരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് സഡക് സുരക്ഷ ജീവൻ സുരക്ഷ എന്നതാണ്. സഡക് സുരക്ഷ ജീവൻ സുരക്ഷ. അപ്പൊ നമ്മൾ പറഞ്ഞു നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടു കൂടിയാണ് ആചരിക്കുന്നതെന്ന് പറഞ്ഞു. ജനുവരി 11 മുതൽ 17 വരെയാണ് ആചരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ വർഷത്തെ പ്രമേയം സഡക് സുരക്ഷ ജീവൻ സുരക്ഷയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആൾക്കാർ റോഡ് അപകടങ്ങളിൽ ഇരയായി മരിക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 79ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ കിട്ടി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2022 ജനുവരിയിൽ 79ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് അർഹരായവർ: 1 മികച്ച സംവിധാനം കാറ്റഗറിയിലെ ജെയിൻ ക്യാമ്പയിൻ ആണ്. മികച്ച സംവിധാനം കാറ്റഗറിയിലെ ജെയിൻ ക്യാമ്പയിൻ ഏത് ചിത്രത്തിന്? ദ പവർ ഓഫ് ദ ഡോഗ്. ദ പവർ ഓഫ് ദ ഡോഗ് എന്ന ചിത്രത്തിനാണ് ജെയിൻ ക്യാമ്പയിന് മികച്ച സംവിധാനം കിട്ടിയത്. മികച്ച തിരക്കഥ കെനത്ത് ബ്രാന ബെൽഫാസ്റ്റ്. കെനത്ത് ബ്രാന ബെൽഫാസ്റ്റ് ആണ് മികച്ച തിരക്കഥ. ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രം ദ പവർ ഓഫ് ദ ഡോഗ്. നമ്മളിപ്പോ പറഞ്ഞു എന്ത്? മികച്ച സംവിധാനം കിട്ടിയ അതേ ചിത്രം തന്നെയാണ് ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നടൻ വിൽ സ്മിത്ത് ആണ്. കിങ് റിച്ചാർഡ് എന്ന സിനിമയ്ക്കാണ് വിൽ സ്മിത്തിന് അവാർഡ് കിട്ടിയത്. മികച്ച നടൻ വിൽ സ്മിത്ത് ആണ്. മികച്ച നടി നിക്കോൾ കിഡ്മാൻ ആണ്. ബീയിങ് ദ റിക്കോർഡേഴ്സ് എന്ന പടത്തിനാണ്. ബീയിങ് ദ റിക്കോർഡേഴ്സ് എന്ന ചിത്രത്തിനാണ്. അപ്പൊ നമ്മൾ ഡ്രാമ വിഭാഗമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിത്രം ദ പവർ ഓഫ് ദ ഡോഗ്. മികച്ച നടൻ വിൽ സ്മിത്ത് ആണെന്ന് ഡിസ്കസ് ചെയ്തു. മികച്ച നടി നിക്കോൾ കിഡ്മാൻ ആണെന്ന് ഡിസ്കസ് ചെയ്തു. മികച്ച TV പരമ്പര ഡ്രാമ വിഭാഗം മികച്ച TV പരമ്പര സക്സഷൻ ആണ്. മികച്ച TV പരമ്പര സക്സഷൻ ആണ്. TV പരമ്പര കോമഡി വിഭാഗത്തിൽ ഹാക്സിനാണ് കോമഡി വിഭാഗത്തിൽ മികച്ച TV പരമ്പര അവാർഡ് ലഭിച്ചത്. ഇനി കോമഡി മ്യൂസിക്കൽ വിഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിത്രം വെസ്റ്റ് സൈഡ് സ്റ്റോറി. മികച്ച ചിത്രം വെസ്റ്റ് സൈഡ് സ്റ്റോറിയാണ്. മികച്ച നടൻ ആൻഡ്രൂ ഗാർഫീൽഡ് ആണ്. ടിക് ടിക് ബൂം എന്ന ചിത്രത്തിനാണ് ആൻഡ്രൂ ഗാർഫീൽഡ് മികച്ച നടനായത്. മികച്ച നടി റേച്ചൽ സെഗ്ലർ ആണ് വെസ്റ്റ് സൈഡ് സ്റ്റോറി എന്ന ചിത്രത്തിന്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. 79ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ ഗ്ലോബുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ താരം പോസ് എന്ന് പറയുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് ഷോയ്ക്കാണ് ആർക്ക് ഈ അവാർഡ് ലഭിച്ചത്? MJ റോഡ്രിഗസിന്. പോസിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ താരം 79ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ് MJ റോഡ്രിഗസിന് ലഭിച്ചത്. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ കൊറിയൻ താരം ഓയോങ്-സു. സ്ക്വിഡ് ഗെയിമിനാണ് ഈ ഓയോങ്-സുവിന് ഈ ഒരു അവാർഡ് ലഭിച്ചത്. മികച്ച സഹനടൻ എന്ന കാറ്റഗറിയിലാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ലോകത്തിലെ ആദ്യ ഇൻസുലിൻ കുത്തിവയ്പ് നടന്നത് 100 വർഷം മുൻപ് ഈ ദിവസമായിരുന്നു. ലോകത്തിലെ ആദ്യ ഇൻസുലിൻ കുത്തിവയ്പ് നടന്നത് 100 വർഷം മുൻപ് ഇതേ ദിവസമായിരുന്നു. 1922 ജനുവരി 11-ാം തീയതി കാനഡയിലാണ് ഇൻസുലിൻ കുത്തിവയ്പ് ആദ്യമായി നടന്നത്. ലിയോഡാസ് തോംസണിലായിരുന്നു
ആദ്യ കുത്തിവെപ്പ്, ആദ്യ ഡോസ് ഇൻസുലിൻ പ്രയോഗിച്ചത് ആരിലാണ്? ലിയനാർഡ് തോംസണിലാണ് ആദ്യ ഡോസ് ഇൻസുലിൻ പ്രയോഗിച്ചത്. അപ്പോൾ 1921 ഫെഡറിക് ബാൻഡിങ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഇൻസുലിൻ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് 1923 നോബൽ സമ്മാനം കിട്ടിയ കണ്ടുപിടുത്തമാണ് ഇൻസുലിൻ്റെത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ 2022 ജനുവരിയിൽ അന്തരിച്ച ഓസ്കാർ നേടിയ ആദ്യ കറുത്തവർഗക്കാരനായ നടനാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിഡ്നി പോയ്റ്റിയർ ആണ് ഓസ്കാർ നേടിയ ആദ്യ കറുത്തവർഗക്കാരനായ നടൻ. അദ്ദേഹം അന്തരിച്ചത് 2022 ജനുവരിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ബഹാമിയയുടെ ജപ്പാനിലെയും യുനെസ്കോയിലെയും അംബാസിഡർ കൂടിയായിരുന്നു. ഓസ്കാർ നേടിയ ഒരു നടൻ എന്നതിനുപരി അദ്ദേഹം അംബാസിഡർ ആയിരുന്നു, ബഹാമിയയുടെ ജപ്പാനിലെയും അംബാസിഡർ ആയിരുന്നു, അതേപോലെ തന്നെ ബഹാമിയയുടെ യുനെസ്കോയിലെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ദ മെഷർ ഓഫ് എ മാൻ എ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി എന്നുള്ളത്. ദ മെഷർ ഓഫ് എ മാൻ എ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ്. അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് അവാർഡ് ലഭിച്ചത് 1960-ലാണ്. 1960-ലാണ് അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിഡ്നി പോയ്റ്റിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി ഇന്നത്തെ 2 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2022 ജനുവരിയിൽ നികുതി അടവിൽ ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായി ബഹാന ചോഡോ ടാക്സ് ബജാവോ എന്ന ക്യാമ്പയിൻ പുറത്തിറക്കിയത് ആര്? അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ആരാണ് പുറത്തിറക്കിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. 1 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, 2 SBI ജനറൽ ഇൻഷുറൻസ്, 3 ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ്, 4 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം, 2022 ജനുവരിയിൽ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? കേരള, തമിഴ്നാടു, തെലങ്കാന, കർണാടക. കറക്റ്റ് ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളിൽ നിന്നുള്ള 2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1, രാജ്യത്തെ ആദ്യ ഓപ്പൺ റോക്ക് മ്യൂസിയം നിലവിൽ വന്നത്? എ, ഹൈദരാബാദ് ആണ് കറക്റ്റ് ആൻസർ. രാജ്യത്തെ ആദ്യ ഓപ്പൺ റോക്ക് മ്യൂസിയം ഹൈദരാബാദ് ആണ്. രണ്ടാമത്, 2022 ജനുവരിയിൽ നടക്കുന്ന 25ാമത് യുവജനോത്സവത്തിന്റെ വേദി, ദേശീയ യുവജനോത്സവം 25ാമത് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഓപ്ഷൻ ബി, പുതുച്ചേരിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 2 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ടാലന്റ് അക്കാഡമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അവൈലബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അത് കൂടാതെ ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും. വീണ്ടും വേറൊരു കറണ്ട് അഫയേഴ്സ് സെഷനുമായി കാണാം. താങ്ക് യു.